നിരനിരയായി കാറുകളുടെ അകമ്പടി, സുരക്ഷയ്ക്കായി സ്വന്തം അംഗരക്ഷകർ, വെളുത്ത കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും സ്പോർട്സ് ഷൂവും ധരിച്ച് തന്റെ ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടൽ. തന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ് പോലും പുണ്യവസ്തുവായി കാണുന്ന ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവം. ആരാണ് ഹത്രസിൽ 122 പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിന് കാരണക്കാരനായ ഭോലെ ബാബ? കഴിഞ്ഞ ദിവസം യുപിയിലെ ഹാത്രസിൽ നടന്ന മതപരമായ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇതുവരെ മരിച്ചത് 122ഓളം പേരാണ്. ദുരന്തത്തിന് കാരണമായ സത്സംഗ് സംഘടിപ്പിച്ച ഭോലെ ബാബ ആരാണ് എന്ന ചോദ്യവും ഇതോടെ ഉയർന്നു വരികയാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ. 28 പേർ ഇപ്പോഴും ചികിത്സയിൽ. 80,000 ആളുകളെ ഉൾക്കൊള്ളിച്ച് പരിപാടി നടത്താനായിരുന്നു പോലീസ് അനുമതിയെങ്കിലും 2.5 ലക്ഷം പേർ സത്സംഗിൽ പങ്കെടുത്തെന്നാണ് FIRൽ പറയുന്നതെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. UP പോലീസ് വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ടെങ്കിലും നിലവിൽ ഒളിവിലുള്ള ഭോലെ ബാബയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. UPയിലെ ഇറ്റ ജില്ലയിലെ ബഹാദൂർ നഗരി ഗ്രാമമാണ് ഭോലെ ബാബയുടെ സ്വദേശം എന്നാണ് റിപ്പോർട്ട്. UP പോലീസിൽ ഒരു സാധാരണ കോൺസ്റ്റബിൾ ആയിരുന്ന ഭോലെ ബാബ 1990കൾ വരെ സൂരജ് പാൽ സിംഗ് എന്ന പേരിൽ ജീവിച്ചു. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായിരുന്നു താനെന്നും 27 വർഷം മുമ്പ് ഒരു ഉൾവിളി ഉണ്ടായി എല്ലാം ഉപേക്ഷിച്ച് ആത്മീയ വഴി തിരഞ്ഞെടുത്തതാണെന്നും ഇയാൾ സ്വയം അവകാശപ്പെടുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വയം പ്രഖ്യാപിത ആൾദൈവമായതോടെ അനുയായികൾ ഇയാളെ ഭോലെ ബാബ എന്ന് വിളിച്ചു തുടങ്ങി. പക്ഷേ ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത് നാരായൺ സാക്കർ ഹരി എന്നാണ്. ഹാത്രസ്, അലിഗഡ്, ആഗ്ര എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഭോലെ ബാബ ആദ്യം അനുയായികളെ സൃഷ്ടിച്ചു തുടങ്ങിയത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. പിന്നീട് UPയും കടന്ന് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു ഈ ആൾദൈവത്തിന്റെ വളർച്ച. സാഗർ വിശ്വഹരി ഭോലെ ബാബ എന്ന ബാനറിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായി UPക്കും പുറത്ത് പലയിടങ്ങളിലും ഭോലെ ബാബയും ഭാര്യയും ചേർന്ന് സത്സംഗുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു. ഓരോ സത്സംഗിലൂടെയും സംഭാവനയായി കോടികളാണ് ഒഴുകിയെത്തുന്നത്. എന്നാൽ എല്ലാം ഭക്തർക്കായി ചിലവഴിക്കുന്നുവെന്നാണ് ഭോലെ ബാബയുടെ വാദം. ക്യാമറകളിൽ നിന്ന് എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്ന ഭോലെ ബാബ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ പഴയകാല ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും സ്ഥിരീകരിക്കാവുന്ന വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പൊതുമധ്യത്തിലുള്ളൂ. കോവിഡ് സമയത്ത് പ്രോട്ടോകോൾ ലംഘിച്ച് ആളുകളെ കൂട്ടി സത്സംഗ് സംഘടിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. എന്നാൽ ഹാത്രസിലെ അപകടത്തിൽ രജിസ്റ്റർ ചെയ്ത FIRൽ ഭോലെ ബാബയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ജൂൺ 2 ഉച്ചതിരിഞ്ഞ് 3:30ഓടെയാണ് ദുരന്തത്തിന് കാരണമായ ആ സത്സംഗ് സമാപിച്ചത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ബാബയുടെ കാറിന് പിറകിൽ വെള്ളവും ചളിയും നിറഞ്ഞ പറമ്പിലൂടെ കൂട്ടത്തോടെ ഓടിയ ജനക്കൂട്ടത്തെ സംഘാടകർ വടികളുമായി ബലം പ്രയോഗിച്ച് തടഞ്ഞു. ഇത് വലിയ തിക്കും തിരക്കുമായി മാറി. ആളുകൾ ഇതിനിടയിൽ പെട്ടുപോയി എന്നാണ് FIRൽ പറയുന്നത്. ഭോലെ ബാബ നടന്ന വഴിയിലെ മണ്ണ് ശേഖരിക്കാൻ ആളുകൾ കൂട്ടത്തോടെ ഓടിയതും ബാബയുടെ വാഹനം കടന്നുപോകാൻ വേണ്ടി സംഘാടകർ ആളുകളെ തടഞ്ഞതും ദുരന്തത്തിന് കാരണമായെന്നൊരു ദൃക്സാക്ഷി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഒളിവിലുള്ള ഭോലെ ബാബയുടെ പിറകെയാണ് ഇപ്പോൾ UP പോലീസ്. നിയമത്തിന് മുന്നിൽ ഇയാൾ എത്തുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം.